പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയാൻ സർവശക്തനായ ദൈവം വീണ്ടും അനുവദിച്ചതിനോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ രണ്ട് പാട്ടുകൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നു, ഞാൻ എഴുതി. പരിശുദ്ധാത്മാവ് പാട്ട് ഏറ്റെടുത്ത് അത് റെക്കോർഡ് ചെയ്യാൻ അനുവദിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ എളിയദാസന് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ധാരാളം ആളുകളുടെ പ്രാർത്ഥനയും ധാരാളം ആളുകളുടെ പ്രോത്സാഹനവും ധാരാളം ആളുകളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഇത്ര മനോഹരമായിട്ട് ചെയ്യാൻ സർവശക്തനായ യേശു ക്രിസ്തു എന്നെ അനുവദിച്ചത്. എന്നെ ഇതിന് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പ്രാർത്ഥനാപൂർവ്വം മറ്റെല്ലാ രീതിയിലും സഹായിച്ച എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി യേശുവിൻ്റെ നാമത്തിൽ നൽകുകയാണ്. പാടാൻ സഹായിച്ച മക്കൾ, ഓർഗൻ വായിക്കാൻ സഹായിച്ചവർ, അതോടൊപ്പം അത് റെക്കോർഡ് ചെയ്യാൻ സഹായിച്ച സിസ്റ്റർ, സ്റ്റുഡിയോ ഞങ്ങൾക്ക് തന്ന സിസ്റ്റർ, അവരെല്ലാം ഈശോയോട് സമർപ്പിക്കുന്നു. അതിന് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാം സഹായിച്ച വ്യക്തികളുണ്ട്. അവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ ദിനത്തിൽ സമർപ്പിക്കുകയും ചെയ്യാം. രണ്ട് പാട്ടുകൾ സൂപ്പർ ഹിറ്റായെന്ന് ഒത്തിരി ആൾക്കാർ വിളിച്ച് പറയേണ്ടായി. അതുപോലെ തന്നെ ഒരു 15ഓളം പാട്ടുകൾ ഇതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു രീതിയിലുള്ള പാട്ടുകളൊന്നുമല്ല. അത് പ്രത്യേക സമയത്ത് പ്രത്യേക രീതിയിൽ പറഞ്ഞു തരുന്ന വചനഘടനയാണ്. പ്രത്യേകിച്ചും ഈ വചനങ്ങളിൽ ഓരോ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാട്ടുകളൊക്കെ എഴുതപ്പെടുന്നത്. ഏത് വചനം എടുത്ത് ധ്യാനിക്കുന്നുവോ ആ വചനത്തെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെ ആ വചനത്തെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാട്ടായിട്ട് പറഞ്ഞു തരും. അത് വേഗം പോയി എഴുതി വെക്കും. അങ്ങനെയാണ് പാട്ടുണ്ടാകുന്നത്. അതിന് ട്യൂൺ ആ സമയത്ത് തന്നെ ഈശോ പറഞ്ഞു തരും. പരിശുദ്ധാത്മാവ് നയിക്കും. ആ ട്യൂണും വചനത്തിൻ്റെ ഘടനയും പാട്ടിൻ്റെ ഘടനയും അപ്പോൾ തന്നെ കിട്ടും. അതങ്ങനെ തന്നെ എഴുതി വെക്കും. അങ്ങനെയൊക്കെയാണ് പാട്ട് വരുന്നത്. എല്ലാം അത്ഭുതങ്ങളാണ്, അവൻ്റെ അത്ഭുതങ്ങളാണ്. ധാരാളം പാട്ടുകൾ ഇനിയും എഴുതപ്പെട്ടിട്ടുണ്ട്, എഴുതി വെച്ച് ഇരിപ്പുണ്ട്. അതെല്ലാം പുറത്തിറക്കണമെങ്കിൽ ധാരാളം സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട്. ആത്മീയമായിട്ട് ധാരാളം സഹായിക്കുന്ന പോലെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ താല്പര്യമുള്ളവരെ സഹായിച്ചാൽ അവർ ഇനിയും പാട്ടുകൾ ഇറക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാട്ടുകളെക്കുറിച്ചൊക്കെ കേട്ടു. നമ്മളെ നാളെ എൻ്റെ നേതൃത്വത്തിൽ ഒരു യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്നൊരു ചെറിയ ധ്യാന ക്ലാസ് ആരംഭിക്കുകയാണ്. നാളെ വൈകിട്ട് മുതൽ ആരംഭിക്കുന്നു. അത് ശനി ഞായർ 2 ദിവസം തുടരും. ഞായറാഴ്ച വൈകിട്ട് വരെ ഉണ്ടാവും. വളരെ നമ്മൾ ഇന്ന് വരെ ലോകത്തൊരു മനുഷ്യനും കേട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ, അത് വെളിപ്പാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയായിരിക്കും ക്ലാസ്സുകൾ കിട്ടുക. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ഒരുക്കം നമ്മൾ ഇന്നുവരെ കത്തോലിക്ക സഭയിൽ കണ്ടിട്ടുള്ള ക്ലാസ്സുകളും ഒരുക്കങ്ങളും വചനങ്ങളും ഒന്നും അല്ല നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരല്ലാതെ മറ്റാരും എൻ്റെ അടുക്കൽ വരികയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ നിഗൂഢ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെളിപ്പെടുത്തൽ ധ്യാനങ്ങളാണ് ഇത്, വെളിപ്പെടുത്തൽ ക്ലാസ്സുകളാണ്. എന്നാൽ യേശുക്രിസ്തു എപ്പോഴാണ് വരുന്നത്, അത് വരുന്നതിന് മുമ്പ് എന്തെല്ലാം സംഭവിക്കുന്നു, അത് വന്നു കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ഭൂമിയിൽ സംഭവിക്കും, ഈ പ്രപഞ്ചം ഇല്ലാതെയാകുമോ, എങ്ങനെയാണ് സ്വർഗമിരിക്കുന്നത്, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്, അതിൻ്റെ ദൂരം, അതിൻ്റെ നീളം, വീതി, അതിനകത്തേക്ക് കടക്കുന്ന മനുഷ്യ ശരീരത്തിൻ്റെ ഘടന, അതെല്ലാം വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് നാളെ ആദ്യത്തെ ധ്യാന ക്ലാസ്സാണ്. ധ്യാനമെന്നോ ക്ലാസ്സെന്നോ ഒക്കെ നിങ്ങൾക്ക് വിളിക്കാം, ഇഷ്ടമുള്ള പേര് വിളിക്കാം. എന്തായാലും നാളെ ആദ്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ധ്യാന ക്ലാസ് ആരംഭിക്കുകയാണ്. അതിനുശേഷം ഉള്ള ഡേറ്റ് മെയ് മാസത്തിലെ ഡേറ്റ്, അല്ലെങ്കിൽ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ ഈ മാസം തന്നെ വീണ്ടും മാസത്തിൻ്റെ അവസാനം വീണ്ടും ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. അത് ഓർഡർ ചെയ്യുന്നതനുസരിച്ച്, ബുക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ക്ലാസ്സിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ പറയാനുള്ളത് ഇപ്രകാരമാണ്. ഇറാൻ തീരത്തേക്ക് അമേരിക്കയുടെ പടക്കപ്പലുകൾ നീങ്ങുന്നു. തൈവാൻ തീരത്തേക്ക് ചൈന ആക്രമണത്തിന് ഒരുങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അങ്ങോട്ടും അമേരിക്കയുടെ കപ്പലുകൾ നീങ്ങുന്നു. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ഗാസയും അതോടനുബന്ധിച്ച് വരുന്നവരെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ തീരത്തേക്ക് യുദ്ധക്കപ്പലുകളും കാര്യങ്ങളും നീങ്ങുന്നു. ഇങ്ങനെ ലോകം ഉരുണ്ട് കിടക്കുന്ന ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു മൂന്നാം ആഗോള ലോക മഹായുദ്ധം എന്ന സത്യം ജനങ്ങൾ അംഗീകരിച്ചു, ലോകം കണ്ടു കഴിഞ്ഞു. ലോകം അത് അംഗീകരിക്കുന്നു, മനസ്സുകൊണ്ട് അത് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കാൻ പോകുന്നത്, ആദ്യമായിട്ട് തന്നെ ഈ യുദ്ധം തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി
വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് വിവിധ രീതിയിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് യുദ്ധം എവിടം വരെ എത്തി മനസ്സിലാക്കാൻ കഴിയുക. അതോടനുബന്ധിച്ച് നമ്മുടെ ഒരുക്കം, പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പോഴത്തെ ഒരുക്കമുള്ള ഒരുക്കങ്ങളല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ തന്നെ നമ്മുടെ ഒരുക്കത്തിൻ്റെ ഘടന, ഒരു വ്യക്തി ആത്മീയമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നിറഞ്ഞ് എങ്ങനെ ഒരുക്കണമെന്നുള്ളതിനെ പറ്റിയാണ് വ്യക്തമായിട്ടും പറയുക. ഇനി ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ വിശുദ്ധ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുവചനത്തിൽ ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്: അതുകൊണ്ട് നീ ഗ്രഹിക്കുക, ജെറുസലേമിൻ്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടതു മുതൽ അഭിഷിക്തനായ ഒരു രാജാവ് വരുന്നതുവരെ 7 ആഴ്ചകൾ ഉണ്ടായിരിക്കും. തുടർന്ന് കഷ്ടത നിറഞ്ഞ 62 ആഴ്ചകൾ. അക്കാലത്ത് വീഥികളും കിടങ്ങുകളും പണിയും. അത് ആ ഒരു പോയിന്റ് എടുത്തു പറയാൻ വേണ്ടിയാണ് അതിന് മുമ്പ് ഉള്ള വചനങ്ങൾ വായിച്ചത്. അക്കാലത്ത്, അത് ഏത് കാലമാണ്? അത് ഇക്കാലത്ത് എന്ന് നമ്മൾ തിരുത്തി വായിക്കണം. അപ്പോൾ കിടങ്ങുകളും വീഥികളും പണിയും. എന്താണ് വീഥി? ആദ്യം എന്താണ് കിടങ്ങുകൾ നോക്കാം. നമുക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വാർത്ത കണ്ടു. ഇങ്ങനെയാണ്, അവിടെ പല വീടുകളും പുതിയത് പണിയുന്നിടത്തെല്ലാം ബങ്കറുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് പണിയുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേൽ ജനങ്ങളൊക്കെ ഏത് വീട് പണിതാലും ആ വീടിൻ്റെ മുറ്റത്തോ പുറകുവശത്തോ എവിടെയും ബങ്കറുകൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. അത് മണ്ണിനടിയിലേക്ക് കുഴിച്ച് താത്തിട്ട് അതിനകത്ത് ഒളിച്ചിരിക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെയാണ് ബങ്കറുകൾ എന്ന് പറയാം. അതിന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ പറയുന്നതാണ് കിടങ്ങുകൾ. എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? അക്കാലത്ത് വീഥികളും കിടങ്ങുകളും. അപ്പോൾ വീഥി എന്ന് പറഞ്ഞാൽ തെരുവീഥി, രാജവീഥി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വീഥി എന്ന് പറഞ്ഞാൽ? ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുക നല്ല റോഡുകളാണ്, റോഡ് എന്ന വാക്ക് വരും. ഈ റോഡ് എന്ന വാക്ക് അന്നത്തെ കാലത്തിലായിരുന്നു. അതായത് ഈ ദാനിയേൽ പ്രവാചകന്റെ കാലത്ത് ഈ വചനം ദാനിയേൽ പ്രവാചകൻ എഴുതുമ്പോൾ രാജവീഥികളാണ് ഉണ്ടായിരുന്നത്. രാജവീഥികൾ, അതായത് രാജാക്കന്മാരുടെ രഥങ്ങൾ, പല്ലക്കുകളുടെ കുറച്ച് കാലം കൂടെ പോയി. പല്ലക്കുകൾ 4 ആൾക്കാരിങ്ങനെ ഒരു പല്ലക്ക് പോലെ സാധനം, തൊട്ടി പോലെ സാധനത്തിനകത്ത് ഇങ്ങനെ രാജാക്കന്മാരെ എടുത്തുകൊണ്ട് പോകുന്ന കാലം. അത് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വലിയ ചക്രങ്ങൾ ഉണ്ടാക്കിയിട്ട് കുതിരകളെ പൂട്ടിയ രഥങ്ങളായി. ഈ രഥങ്ങൾ ഓടുന്ന രഥങ്ങൾ വളരെ സ്പീഡിലോടും കുതിര ഓടുന്നത്. ആ രഥങ്ങൾക്ക് പോകാനുള്ള വഴികളെയാണ് വീഥികൾ എന്ന് പറയുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത് നമ്മൾ പറയുമ്പോൾ എന്താണ്? ഇന്നത്തെ കാലത്ത് കിടങ്ങൾ എന്ന് പറയുന്ന സ്ഥാനത്താണ് ബങ്കറുകൾ എന്ന് പറയുക. പിന്നെ മറ്റൊന്നാണ് അന്നത്തെ കാലത്ത് വീഥികളാണ് ഇന്നത്തെ കാലത്തെ നമ്മുടെ മെയിൻ റോഡുകൾ. അതായത് NH-47 എന്നൊക്കെ പറയും, നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ വീഥികൾ, 4 വരി പാതകൾ, 8 വരി പാതകൾ. നമുക്കറിയാം, ദുബായ് സെക്ടറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സൈഡിൽ തന്നെ 4, മറു സൈഡിൽ 4, അല്ലെങ്കിൽ ഒരു സൈഡിൽ 3, മറു സൈഡിൽ 3, അങ്ങനെ 6 വീഥി പാതകളൊക്കെ അന്ന് വലിയ NH ഹൈവേകളെന്നൊക്കെ നമ്മൾ പറയാം, ഉയർന്ന വഴികൾ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മെയിൻ റോഡുകൾ, മക്കാട് റോഡുകൾ എന്നൊക്കെ നമ്മൾ പറയും. പ്രിയപ്പെട്ടവരെ, ഇന്നതിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്നതിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഇന്ത്യ, ചൈന, അതുപോലെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, അവിടെയൊക്കെ വിമാനങ്ങൾ റോട്ടിലിറങ്ങാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് പ്രത്യേകത. സാധാരണ വിമാനത്താവളത്തിലാണ് ഇറങ്ങുന്നത്. എന്നാൽ വിമാനത്തിന് റോഡുകളിൽ ഇറങ്ങാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട്, ചൈനയിലുമുണ്ട്. അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് വാർത്തകൾ പറയുക. അപ്പോൾ എന്താണ് അറിയുന്നത്? ഈ സംഭവം, അതായത് അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പലപ്പോഴും പറയാനുള്ള വചനം കാര്യം ഇതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അന്നത്തെ കാലത്തെ വചനങ്ങൾ ഇന്നത്തെ കാലത്ത് 3000 വർഷങ്ങൾക്ക് ശേഷം, 3500 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ ഈ സംഭവം കാണുന്നത്. അന്നത്തെ കിടങ്ങൾ എന്ന് പറയുന്ന സംഭവമാണ് ഇന്നത്തെ ഈ ബംഗൾ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന് വേറൊന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഭൂമിക്കടിയിലേക്ക് തുറന്നു പോയിട്ട് തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നത്, അതിനും കിടകൾ എന്ന് പറയും. അപ്പോൾ ഈ വീഥികൾ എന്ന് പറയുന്ന ഇന്നത്തെ വീഥി പഴയ കാലത്തെ രാജാക്കന്മാരുടെ വീഥി പോലെ തന്നെയുള്ള വിമാനങ്ങൾ ഇറങ്ങാൻ കഴിയുന്ന തക്കതായ വലിയ റോഡുകൾ, വലിയ നിരപ്പും വീതിയും നീളവുമുള്ള റോഡ്, അതാണ് വീഥി. അപ്പോൾ ഇന്ന് ആ കിടങ്ങുകളും വീഥികളും നിർമ്മിക്കപ്പെട്ട് എന്നിട്ട് പറയാണ് അക്കാലത്ത്, അതാണ് ഇക്കാലത്ത് കിടങ്ങുകളും വീഥികളും പണിയും. അന്ന് പണിയുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പണിത് കഴിഞ്ഞു. അങ്ങനെ വെച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇനി അവിടുത്തെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അക്കാലത്ത് വീഥികളും കിടങ്ങുകൾ പണിയും. 62 ആഴ്ചകൾക്ക് ശേഷം അഭിഷേകത്തിന് അകാരണമായി വിച്ഛേദിക്കപ്പെടും. പിൻഗാമിയായ രാജാവിൻ്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിൻ്റെ അവസാനം പ്രളയമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് ഒരു 3.5 വർഷത്തെ താമസം വരുന്നുണ്ട്. ഈ ഒരു വചനത്തിൽ തന്നെ ഒരു 3.5 വർഷത്തിൻ്റെ കാലഘട്ടത്തെ നിശ്ചിതമാക്കിക്കൊണ്ടാണ് സർവശക്തനായ പിതാവ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ അവസാനം പ്രളയമായിരിക്കും എന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് നമുക്കറിയാം, ഈ പ്രളയം എന്ന് പറയുന്ന വാക്ക് മഹാമാരി, വലിയ മഴയും
പേമാരി ഉണ്ടാകുമ്പോൾ ഈ പ്രളയം വരും. പ്രളയം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൂടെയുള്ള ജലപ്രവാഹത്തെയാണ് പ്രളയം എന്ന് പറയുക. തിരമാല കരയിലേക്ക് അടിച്ചു കയറിക്കഴിഞ്ഞ് ഈ തിരമാല തന്നെ കരയിൽ കൂടെ ഇങ്ങനെ ഒഴുകി തോട് പോലെ വന്നത് പ്രളയമാണെന്ന് പറയും. വലിയ ഉരുള പൊട്ടിയിട്ട് വെള്ളം വന്നത് പ്രളയമാണെന്ന് പറയും. വലിയ മഴകൾ, തോരാ മഴകൾ, ആഴ്ചകളെന്ന് പറഞ്ഞാൽ വെള്ളം താഴ്ന്ന സ്ഥലങ്ങളെല്ലാം വെള്ളം കയറുമ്പോൾ അതിന് പ്രളയമാണെന്ന് പറയും. അപ്പോൾ ഇവിടെ പ്രളയം എന്ന് പറയുന്നത് ജലപ്രളയമല്ല, മറിച്ച് അത് യുദ്ധപ്രളയമാണ്. ലോകം മുഴുവനും രക്തത്തിൻ്റെ പ്രളയം, യുദ്ധത്തിൻ്റെ പ്രളയം, പട്ടാളക്കാരുടെ പ്രളയം, വലിയ ആഗോള യുദ്ധത്തിൻ്റെ പ്രളയം, വാഹനവ്യൂഹങ്ങളുടെ പ്രളയം, വെടിക്കോപ്പുകളുടെ പ്രളയം, ഇതെല്ലാം പ്രളയങ്ങളാണ്. അപ്പോൾ കർത്താവ് അതിൻ്റെ അവസാന പ്രളയമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് ഒരു അവസാന യുദ്ധമാണ്, ഒരു അന്തിമ കാലഘട്ട യുദ്ധമാണ്. ആ യുദ്ധത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് എഴുതി വെച്ച സമയത്ത് നമുക്കറിയാം പ്രളയം പോലെ യുദ്ധം വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അന്നത്തെ കാലത്ത് ആണവ മിസൈലുകൾ ഇല്ല, പട്ടാളക്കാരുടെ അന്നത്തെ സംവിധാനമുള്ളൂ. ഈ കാലത്ത് എന്നിട്ട് പറയുന്നത് അതിന് അവസാനം പ്രളയമായിരിക്കും, അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും, അത് യുഗം അവസാനിക്കുക. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ യുഗം അവസാനിക്കുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 2033 യുഗം അവസാനിക്കുക, 2000 വർഷം പൂർത്തിയാകുകയാണ്. അതുകൊണ്ടാണ് വെളിപാട് 20-ാം അധ്യായത്തിൽ പറഞ്ഞത് 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിന് മോചനാകും എന്നൊരു വചനമുണ്ട്. അപ്പോൾ 1000 വർഷം ക്രിസ്തുവിന് ശേഷം ഉള്ള 1000 വർഷം തികയുന്നത് 2033 ആണെങ്കിൽ യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും, അതിനുശേഷം ക്രിസ്തുവില്ല. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഈ യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയുള്ള കാലഘട്ടങ്ങൾ, അതായത് ഇന്ന് 2025 ആണെങ്കിൽ ഇനിയുള്ള 8 വർഷക്കാലം യുദ്ധം അവസാനം വരെ, യേശുക്രിസ്തുവിൻ്റെ വരവ്, ലോകം അതിൻ്റെ അവസാനിച്ച സൂര്യനും ചന്ദ്രനും അപ്രത്യക്ഷമാകുന്ന കാലഘട്ടം വരെ, അതായത് ലോകം അവസാനിച്ച് തീരുന്നിടം വരെ യുദ്ധമുണ്ടായിരിക്കും എന്നാണ്. യുദ്ധം പ്രളയം പോലെ എന്നും ഉണ്ടായിരിക്കും എന്നാണ് അർത്ഥം. അതിൻ്റെ അവസാനം യുദ്ധമായിരിക്കും, അതിൻ്റെ അവസാനം പ്രളയമായിരിക്കും, അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും. നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു, എല്ലായിടത്തും നാശങ്ങൾ, റോഡ് നാശം, കെട്ടിടങ്ങളുടെ നാശം, പ്രകൃതിയിൽ നാശം, മനുഷ്യനാശം, യുദ്ധനാശങ്ങൾ, നഗരങ്ങളുടെ നാശങ്ങൾ, വാഹനങ്ങളുടെ നാശങ്ങൾ, ഇന്നും വേണ്ട സമൂലമായൊരു നാശം. മനുഷ്യൻ എപ്പോഴും നോക്കിയാലും മരണവും മൃതദേഹങ്ങളും നാശവും നാശനഷ്ടങ്ങളുമായിരുന്നു. അതിൻ്റെ അവസാനം പ്രളയമായിരിക്കും, അവസാനം വരെ യുദ്ധം, നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം കൂടെ കർത്താവ് പറയുന്നുണ്ട്. അതിൻ്റെ ബാക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ. അതിൻ്റെ ബാക്കി എഴുതി വെച്ചിരിക്കുന്നത് സക്കറിയ പ്രവചന പുസ്തകത്തിലാണ്. സക്കറിയ പ്രവചന പുസ്തകം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊത്തിരി കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ഈ വചനം അറിയാവുന്നതുകൊണ്ട് ഞാൻ വചനത്തിൽ കൂടെ പോയിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇപ്പോഴും വലിയൊരു യുദ്ധം പൊട്ടി പുറപ്പെടാത്തത്? ഇപ്പോൾ അമേരിക്ക ഇങ്ങനെ ഈ സൈഡിൽ കൂടെ പോകുന്നു, അമേരിക്ക ആ സൈഡിൽ കൂടെ പോകുന്നു, അല്ലെങ്കിൽ ചൈനയുടെ കപ്പലിൽ അങ്ങോട്ട് പോകുന്നു, റഷ്യയുടെ കപ്പലുകൾ ഇങ്ങനെ കരിങ്കടലിൽ കൂടെ, കരീബിയൻ കടലിൽ കൂടെ അങ്ങോട്ട് പോകുന്നു. പക്ഷേ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നതല്ലാതെ പെട്ടെന്നൊരു യുദ്ധം പൊട്ടി പുറപ്പെടുന്നില്ല. അപ്പോൾ അതിനൊരു കാരണം വേണം. അടിസ്ഥാനമായ ഇതിന് സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ട് ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ ഒരുക്കപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഒരു കാരണം വേണം. ആ ഒരു കാരണമാണ്, ഒരു ആഗോള കാരണമാണ്. ഇപ്പോൾ നമുക്കറിയാം ഇറാനും അമേരിക്ക തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് യുദ്ധം പൊട്ടി പുറപ്പെടുന്നില്ല. ഇസ്രായേലുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ പെട്ടെന്ന് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നില്ല. അമേരിക്കയായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ യുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നില്ല. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ ഒരു ഭാഗം അങ്ങനെ യുദ്ധം ചെയ്യുന്നു, കുറച്ച് ഭാഗം, അത്രേ ഉള്ളൂ. എന്നൊരു ആഗോള കാരണം, ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഒരു കാരണങ്ങളും ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നവുമായ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇനി ആഗോള യുദ്ധം, മൂന്നാം ലോകമയുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതും അതോടുകൂടി ആണവ ബോംബുകൾ സ്ഫോടനം നടത്തുന്നതും ലോകം മുഴുവനും എല്ലാ രാഷ്ട്രങ്ങളും യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമായ ഒരേ ഒരു കാരണമേ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളൂ. അതിപ്രകാരമാണ്. അത് സക്കറിയ പ്രവചന പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഈ വിഷയത്തോട് ചേർത്ത് വീണ്ടും പറയുകയാണ്. അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും, ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരക്കാരന്മാർക്ക് ഭ്രാന്തും വരുത്തും. എന്നിട്ട് കർത്താവ് പറയാണ്, ജനതകളുടെ കുതിരകളെ അന്ധമാക്കുന്ന അന്ന് ഞാൻ യൂദാ ഭവനത്തെ കടാക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ജനതകളുടെ കുതിരകൾ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജനതകളുടെ കുതിര ഓരോ രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ ഓരോ രാജ്യവിഭാഗങ്ങളുടെ മിസൈലുകളാണ്. ആ മിസൈലുകളെ അന്ധമാക്കുക എന്ന് പറയുന്നത് നശിപ്പിക്കുക, അതിൻ്റെ
മെയിൻ സ്വിച്ച്, മെയിൻ സംവിധാനത്തെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തെ തകർക്കുക. അങ്ങോട്ട് ലേസർ രശ്മി അഴിച്ചുകൊണ്ട് അതിൻ്റെ സംവിധാനത്തെ തകർക്കുമ്പോൾ അത് എവിടെയാണോ ആയിരിക്കുന്നത് ആ സ്ഥലത്ത് പൊട്ടിത്തെറിക്കും. അത് ബഹിരാകാശത്തിലാണ് അവിടെ, ശൂന്യാകാശത്തിലാണ് അവിടെ, വായുമണ്ഡലത്തിലാണ് അവിടെ, ഭൂമിയിലാണെങ്കിൽ അവിടെ, കരയിലാണെങ്കിൽ കടലിലാണെങ്കിൽ, എവിടെയായാലും, ഈ ചന്ദ്രനാണെങ്കിൽ ചൊവ്വയിലാണെങ്കിൽ, എവിടെയായാലും ഇതിൻ്റെ ലേസർ രശ്മിയുടെ കണ്ണുകളെത്തും. അത് എവിടെയാണോ അവിടെ പൊട്ടിത്തെറിക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, എന്താ പറഞ്ഞത്? അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരക്കാർക്ക് ഭ്രാന്തും വരുത്തും, ജനതകളുടെ കുതിരകളെ അന്തമാക്കുന്നതിന് യൂദാഭരണത്തെ കടാക്ഷിക്കും. അതായത് ഇന്ന് ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി വരുന്ന യുദ്ധം എന്ന് പറയുന്നത് ഒരു സാധാരണ യുദ്ധമല്ല. അതുകൊണ്ടാണ് ലോകം മുഴുവനും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കിയിരിക്കുന്നത്. ഒരു സാധാരണ യുദ്ധമല്ല, ആണവ സ്ഫോടനത്തോടുകൂടി ആണവ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിൻ്റെ ആരംഭം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ വചനം കാരണം അധികം ജെറുസലേം ദേവാലയമായിട്ടുള്ള പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് സംഭവിക്കുമെന്നും, അത് സംഭവിക്കുമ്പോൾ ഈ ജനതകളുടെ കുതിരകളെ അന്തമാക്കാൻ പറ്റിയ ലേസർ രശ്മിയുടെ സംവിധാനം ഇന്നാണുള്ളത്. ഇത് എഴുതിയത് നമുക്കറിയാം, സകലപുരാണ പുസ്തകം എഴുതിയിട്ടുള്ള എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ആ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതുന്ന സമയത്ത് എന്താണുള്ളത്? പ്രിയപ്പെട്ടവരെ, BC 522 BC 522 അപ്പോൾ ഏകദേശം ഇന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം പറയുകയാണെങ്കിൽ 2500 വർഷം ആയിട്ടുണ്ട് സക്രിയ പുരാണ പുസ്തകം എഴുതുമ്പോൾ. അപ്പോൾ അത്രയും കാലഘട്ടം മുമ്പ് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനതകളുടെ കുതിരകളെ അന്തമാക്കാൻ പറ്റിയ സംവിധാനങ്ങൾ, അതായത് മിസൈൽ ദൂരെ നിന്ന് വരുമ്പോൾ ബഹിരാകാശത്തേക്ക് വെടിവെക്കാൻ പറ്റില്ല. ഒത്തിരി കിലോ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെ ഒരു വെടിവെക്കാൻ പറ്റില്ല, വെടിയെത്തില്ല. അപ്പോൾ അതിന് ലേസർ രശ്മി ഉപയോഗിച്ച് വെടിവെക്കും. അപ്പോൾ അതവിടെ അന്തമാക്കും. അപ്പോൾ ഇന്ന് ഈ സംവിധാനം ഇസ്രായേലിൻ്റെ കയ്യിൽ, അമേരിക്കയുടെ കയ്യിൽ, റഷ്യയുടെ കയ്യിൽ, ചൈനയുടെ കയ്യിൽ, ഇന്ത്യ നിർമ്മിച്ചു കഴിഞ്ഞു. ആ വികസിത രാഷ്ട്രങ്ങളിലെല്ലാം ഈ സംവിധാനം ഉപയോഗപ്പെടും. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഈ സംഭവം. അപ്പോൾ ഇന്നൊരു യുദ്ധമുണ്ടായാൽ ഈ സംഭവങ്ങൾ അതേപടി സംഭവിക്കും, നിശ്ചയമായിട്ട് സംഭവിക്കും. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ജെറുസലേം ദേവാലയത്തിലുള്ള പണികളും കാര്യമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകും. അവരാരെയും പേടിക്കുകയില്ല. അവരെന്തെന്ന് ചോദിച്ചിട്ടുണ്ടോ, വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്ത് എഴുതപ്പെട്ടിട്ടുണ്ടോ ആ എഴുതപ്പെട്ടിരിക്കുന്ന അനുസരിച്ചാണ്, അതിൻ്റെ ഹീബ്രു മൂലം നോക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുക, യുദ്ധത്തെ നയിക്കുന്നത്, യന്ത്രങ്ങൾ കണ്ടുപിടിക്കുന്നത്, അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ അടുത്ത പടിവാതിലെത്തി. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മളെന്താണ് ചെയ്യാനുള്ളത്? നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, നമ്മൾ മരിക്കും എന്ന് ആദ്യമേ ചിന്തിക്കുക. ഉടൻ തന്നെ നമ്മുടെ ഒരു മരണമുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ആദ്യം കടന്നു വരിക. ആ മരണം സംഭവിച്ചാൽ നമുക്കൊരു ഉയർപ്പുണ്ട് എന്നുള്ളത് അടുത്ത രണ്ടാമത്തെ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. മൂന്നാമത്തെ ചിന്ത, നാം ഉയർത്താൽ നമ്മൾ എങ്ങോട്ട് പോകും? പാതാളമെന്ന സംഭവമുണ്ട്, സ്വർഗമെന്ന സത്യമുണ്ട്. അതിലേത് എങ്ങോട്ടായിരിക്കും എൻ്റെ ഒരു തിരിവ്, ഞാൻ എത്തിപ്പെടുക എങ്ങോട്ടായിരിക്കും എന്ന ചിന്ത മൂന്നാമത് വരണം. നാലാമത്തെ ചിന്ത, ദൈവമായ കർത്താവ് എന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് തത്തുല്യമായ ഒരു യോഗ്യത എന്നിൽ എന്താണുള്ളത്, ആ യോഗ്യതയെ കണ്ടെത്തുക. അഞ്ചാമതായി നമ്മൾ ചിന്തിക്കുന്നത്, ആ യോഗ്യത ഏതാണെന്ന് കണ്ടെത്തുകയും ആ യോഗ്യത ഇല്ലായ്കയാണെങ്കിൽ യോഗ്യത ഉള്ളതായിട്ട് മാറുകയും, ഉള്ള യോഗ്യത അതിൻ്റെ യഥാർത്ഥ യോഗ്യതയാണോ എന്ന് കണ്ടുപിടിച്ച് ആ യോഗ്യതയിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. അങ്ങനെ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ യോഗ്യത യഥാർത്ഥ സത്യസന്ധമായ, യഥാർത്ഥ വിശുദ്ധമായ, പവിത്രമായ, ഏറ്റവും പ്രീഷ്യസായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും ശക്തമായ, ഏറ്റവും ജ്ഞാനാർദ്രമായ ആ യോഗ്യത പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണ ക്രിസ്ത്യാനി ജീവിതം, ഒരു സാധാരണ സഭാ ജീവിതം, ഒരു സാധാരണ ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് സ്വർഗത്തിന് പടി കടക്കാൻ പറ്റില്ല. അല്ലെ പിന്നെ വെളിപാട് ഗ്രന്ഥം മുഴുവനും എടുത്ത് നമ്മൾ വെളിപാട് ഗ്രന്ഥത്തെ മുഴുവനും, വിശുദ്ധ ഗ്രന്ഥം, ലോകത്ത് എവിടെയൊക്കെ വെളിപാട് ഗ്രന്ഥമുണ്ടോ അത് മൊത്തമായിട്ട് കീറിയെടുക്കുക, ബൈബിളിൽ നിന്ന് കീറിയെടുക്കുക, അത് മുഴുവൻ കത്തിച്ച് കളയുക. വെളിപാട് നമുക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുക. കത്തോലിക്ക സഭയോ നമ്മുടെ വൈദികര സംവിധാനമോ അല്ലെങ്കിൽ സഭയുടെ നേതൃത്വം പറയുക, വെളിപാട് ഗ്രന്ഥം വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു ഗ്രന്ഥത്തിൻ്റെ ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്രയും ഭാഗം കീറുകളി. എന്നിട്ട് സുവിശേഷത്തിലേക്ക് വരിക. യേശു എന്ത് പറഞ്ഞു അങ്ങനെ ജീവിക്കുക. അങ്ങനെ ജീവിച്ച് രക്ഷപ്പെടാമെന്നുള്ളവർക്ക് രക്ഷപ്പെടാം, അതേ മാത്രമേ എനിക്ക് പറയുള്ളൂ. പക്ഷേ രക്ഷപ്പെടില്ല, ഇപ്പോഴത്തെ സ്റ്റേജിൽ രക്ഷപ്പെടില്ല. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം കൂടെ പറയാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പായി ഈ ലോകം മുഴുവനും വാരി വിതയ്ക്കപ്പെട്ട ഒരു വിത്തുണ്ട്, സാത്താൻ്റെ വിത്തുകൾ, പൈശാചി വിത്തുകൾ. അത് സിനിമകളായിട്ട്, സീരിയലുകളായിട്ട്, ബ്ലൂ ഫിലിമുകളായിട്ട്, മറ്റു സംവിധാനങ്ങളുണ്ടായിട്ട്, നിറങ്ങൾ, കളറുകൾ, ചലനങ്ങൾ, ഡാൻസുകൾ, മേളങ്ങൾ, ആഘോഷങ്ങൾ, വസ്ത്ര സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ, അശുദ്ധ സംഭാഷണങ്ങൾ, അശ്ലീല ചാറ്റ്, അങ്ങനെ ഒന്നും വേണ്ട, അതെല്ലാം സാത്താൻ്റെ വിത്തുകൾ വാരി ലോകം മുഴുവൻ വിതറിക്കഴിഞ്ഞു. ഈ വിതറിയ വിത്തുകൾ
ഓരോ വ്യക്തിയുടെ ആത്മാവിൽ വീണ് മുളച്ച് പൊന്തി ചെറിയ മുളകളായിട്ട് പൊന്തി വരികയാണ്. ഇപ്പോൾ എപ്പോഴാണ് കായും ഫലവും പുറപ്പെടുന്നത് പറയാൻ പറ്റില്ല. അതിൻ്റെ കായും ഫലവും സമൂഹത്തിൽ പുറപ്പെടുന്നതാണ് കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ, അശുദ്ധികൾ, മ്ലേച്ഛ രീതിയിലുള്ള ജീവിതം, തകർന്ന ജീവിതം, വിവാഹമോചനങ്ങൾ, ഡൈവോഴ്സുകൾ, മറ്റെല്ലാം അശുദ്ധി. അതിൻ്റെ വിത്ത് മുളച്ച് ഫലം ചൂടുന്നതാണ്. ഇനി ലോകം മുഴുവനും എല്ലാ വ്യക്തികളിലേക്കും ഇത് ഫലം ചൂടാൻ തക്ക വിധം ഇതിൻ്റെ വിത്തിൻ്റെ ശക്തി കൂടിക്കൂടി വരികയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കേണ്ടത് ഏത് രീതിയിൽ ജീവിച്ചാൽ ഒരു നിത്യരക്ഷ സ്വന്തമാക്കാം, ഏത് രീതിയിലുള്ളൊരു ക്രമീകരണമാണ് എൻ്റെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും വേണ്ടതെന്ന് കണ്ടെത്തിക്കൊണ്ട് പോകാനുള്ള ഒരു തുടക്ക സംരംഭമാണ് നാളെ എളിയ ദാസിൻ്റെ അടുത്ത് നടക്കുന്ന ചെറിയൊരു ധ്യാന ക്ലാസ്. അതിനാൽ താല്പര്യമുള്ളവരൊക്കെ വരാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ക്ലാസ് നാളത്തെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഡേറ്റും കാര്യങ്ങളും പ്രഖ്യാപിക്കുന്നതാണ്. ഒരാളോ 9 പേരോ 50 പേരോ വന്നാലും അവർക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ നാളെ വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ രീതിയിൽ ഒരുങ്ങുന്ന ഒരു വ്യക്തിക്ക്, അത് ഒരാൾ വന്നൊരുങ്ങിയാലും 9 പേരൊന്ന് ഒരുങ്ങിയാലും 50 പേരൊന്ന് വന്ന് ഒരുങ്ങിയാലും, പ്രിയപ്പെട്ടവരെ, അവർക്ക് ഒരു സന്തോഷകരമായ ജീവിതം നയിക്കാം. കാരണം ഞാൻ എപ്പോൾ മരിച്ചാലും എൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ എൻ്റെ ജീവനും ജീവിതവും മനസ്സും ശരീരവും ആത്മാവും നിത്യത്തിലേക്ക് ചേർക്കാൻ തക്കതിലുള്ള ഒരു ഘടന എൻ്റെ ശരീരത്തിന് കിട്ടി എന്ന് വിശ്വസിക്കാവുന്ന രീതിയിൽ ഉള്ള രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളുമായിരിക്കും കിട്ടുക. അതിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ലോകാവസാനത്തിൻ്റെ യുദ്ധങ്ങളും അതിൻ്റെ കാഹളധ്വനികളും ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളാണ് ലോകം കാണുന്നത്. അതിലെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നമുക്ക് വളരെ ശക്തമായിട്ട് ഒരുങ്ങാം, നല്ല പ്രാർത്ഥിച്ചൊരുങ്ങാം. അതിനാൽ സർവ്വശക്തനായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിരിക്കട്ടെ. യേശു ക്രിസ്തു തിരുത്വം നമ്മെ കോട്ടയായിട്ട് സംരക്ഷിക്കട്ടെ. യേശു ക്രിസ്തു തിരുവചനം, ജീവിക്കുന്ന തിരുവചനം എന്നിൽ ഫലദായകമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധന്റെ അഗ്നി എന്നിൽ കത്തി ജ്വലിക്കട്ടെ. യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു തീപ്പന്തമാകാൻ എളിദാസനിലൂടെയോ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തിലൂടെയോ അല്ലെങ്കിൽ വെളിയിലൂടെയോ നമുക്ക് ഒരുങ്ങാം. എങ്ങനെ മരിച്ചാലും, ഈ ലോകത്ത് ജീവിച്ചാലും മരിച്ചാലും എനിക്ക് നിത്യരക്ഷ, എനിക്ക് നിത്യജീവൻ, അതാണ് എൻ്റെ പരമപ്രധാനമെന്ന സംഭവം നമ്മൾ ഓർത്തിരുന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് കൂടെ ജീവിക്കാൻ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.